Hi students, welcome to a new class. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ് സോൾവൻസി റേഷ്യോ എന്നാണ് പറയുക. ഈ ഒരു റേഷ്യോയിൽ പ്രധാനമായിട്ട് നമുക്ക് അറിയാൻ പറ്റുക നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ അസറ്റും ടോട്ടൽ ലയബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ അറിയാൻ പറ്റുന്നത്. അതായത് മെയിനായിട്ട് ബിസിനസ്സിൻ്റെ സോൾവൻസി പൊസിഷൻ, ഒരു ബിസിനസ്സിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അതിനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വൈ ദിസ് റേഷ്യോ ഇസ് കോൾഡ് സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ബാലൻസ് ഷീറ്റിൽ നമ്മുടെ ഒരു ഭാഗത്ത് നമ്മുടെ അസറ്റുകളും മറുഭാഗത്ത് നമ്മുടെ ബാധ്യതകളുമാണ്. അപ്പോൾ ആ ബാധ്യതകളെല്ലാം കവർ ചെയ്യാനുള്ള അസറ്റ് ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് അവിടെ നമുക്ക് നോക്കുന്നത്. സോ സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കവിടെ ചെയ്യാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ടോട്ടൽ അസറ്റ് എന്താണോ അത് ഡിവൈഡ് ബൈ ടോട്ടൽ ഡെറ്റ് ആണ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സോൾവൻസി റേഷ്യോയിലെ കോമ്പോണൻസ് എന്ന് പറയുന്നത് ടോട്ടൽ അസറ്റും ടോട്ടൽ ഡെറ്റും ആണ്. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരും? ടോട്ടൽ നോൺ കറണ്ട് അസറ്റ് ആൻഡ് ടോട്ടൽ കറണ്ട് അസറ്റ്സ്. ടോട്ടൽ ഡെറ്റ് പറഞ്ഞാൽ ഏതൊക്കെ വരും? ഔട്ട്സൈഡ് ലയബിലിറ്റീസ്, ടോട്ടൽ ആയിട്ടുള്ള ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ് അവിടെ നമ്മൾ എടുക്കുന്നത്. അതായത് ലോങ് ടേം ലയബിലിറ്റീസ്, ഷോർട്ട് ടേം ലയബിലിറ്റീസ്. ഇനി ഈ ഒരു സോൾവൻസി റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ്? ഈ ഒരു റേഷ്യോ പ്രധാനമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ഫേമിൻ്റെ സോൾവൻസിനെയാണ്. ടോട്ടൽ അസറ്റ് എപ്പോഴും ലയബിലിറ്റിയെക്കാട്ടിലും കൂടി നിൽക്കണം. ദ ഫേം ഈസ് ട്രീറ്റഡ് ആസ്, അങ്ങനെ വരുന്ന സമയത്താണ് ആ ഫേമിനെ നമ്മൾ എന്തായിട്ട് പറയുന്നത്? സോൾവൻ്റ് ആയിട്ട് പറയുന്നത്. ദിസ് മീൻസ് ദർ ഈസ് നോ ഡിഫിക്കൽട്ടി ഇൻ പേയിങ് ഓഫ് ഇറ്റ്സ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. എന്തിനാണ് ടോട്ടൽ അസറ്റ് കൂടി നിൽക്കണം എന്ന് പറയുന്നത്? ഇങ്ങനെ ഒരു റേഷ്യോ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഫേമിൻ്റെ പുറത്തുള്ള എല്ലാ ലയബിലിറ്റിനെയും അടച്ചു തീർക്കാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഫേമിനുണ്ട് എന്ന് കാണിക്കുന്നതാണ് ഈ ഒരു റേഷ്യോ. കാരണം അസറ്റാണല്ലോ എപ്പോഴും ലയബിലിറ്റിയേക്കാൾ കൂടി നിൽക്കേണ്ടത്. ഈ ഒരു സോൾവൻസി റേഷ്യോനെ നമുക്ക് എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. നമ്മൾ ഈ പ്രോബ്ലം ചെയ്തിട്ട് നമുക്കൊരു റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. സോൾവൻസി റേഷ്യോ എപ്പോഴും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ഫേമിൻ്റെ സോൾവൻസിനെയാണ്. അപ്പോൾ സോൾവൻസി റേഷ്യോ കൂടുതലായിട്ട് കാണിക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ നല്ലതാണ്. ഇനി അത് മോർ ദാൻ 1, അതായത് മോർ ദാൻ 1ന് മുകളിലാണ് നമുക്ക് കിട്ടുന്ന സോൾവൻസി റേഷ്യോ എങ്കിൽ ലെൻഡേഴ്സ് ക്യാൻ ബ്രീത്ത് എ ഫ്രീ എയർ. കാരണം അവർക്ക് ഉറപ്പായിട്ടും പൈസ കിട്ടും, അല്ലെങ്കിൽ ഫേം സെക്യൂർഡ് ആണ് എന്നുള്ളത് അറിയാൻ പറ്റും. ലോവർ ആണ് സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫിനാൻഷ്യൽ പൊസിഷൻ വീക്ക് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. അസറ്റ്സ് ലെസ് ഡിപ്രീസിയേഷൻ 6 lakh ഉണ്ട്, കറണ്ട് അസറ്റ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റി ഉണ്ട്, ഡിബഞ്ചർ ഉണ്ട്, മോർഗേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് സോൾവൻസി റേഷ്യോ കാണുമ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ അസറ്റ് ബൈ ടോട്ടൽ ഡെറ്റ് ആണ് എടുക്കുന്നത്. അസറ്റിൽ നമ്മൾ എല്ലാ അസറ്റും എടുക്കും, കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റും. അപ്പോൾ നമുക്ക് 9 lakh കിട്ടുന്നുണ്ട്. ഇനി ലയബിലിറ്റി എടുക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ്? കറണ്ട് ലയബിലിറ്റി ഉണ്ട്, ഡിബഞ്ചർ ഉണ്ട്, മോർഗേജ് ഉണ്ട്. അപ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പം 9 lakh ഡിവൈഡ് ബൈ 6 lakh എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര? 1.5% ആണ്. എങ്ങനെയത് ഇൻ്റർപ്രറ്റ് ചെയ്യാം? ഇവിടെ കമ്പനി സോൾവെൻ്റ് ആണ്, കാരണം അസറ്റ്സ് ആർ സഫീഷ്യൻ്റ്ലി മോർ ദാൻ ലയബിലിറ്റി. 1 രൂപയുടെ ലയബിലിറ്റി പേ ഓഫ് ചെയ്യണമെങ്കിൽ നമുക്ക് 1.5 രൂപയുടെ അസറ്റ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ സോൾവൻസി റേഷ്യോ എപ്പോഴും 100ന് ഈക്വലാണ്. പ്രൊപ്രൈറ്ററി റേഷ്യോൻ്റെ ബേസിലാണ് പറയുന്നത്. അതായത് പ്രൊപ്രൈറ്ററി റേഷ്യോ എപ്പോഴും 60% ആണെങ്കിൽ കമ്പനിയുടെ സോൾവൻസി റേഷ്യോ 40% ആണ് എന്നൊക്കെയാണ് മുന്നിലെ ആൾക്കാർ പറയുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് ഇവിടെ നോക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അത് 1ന് മുകളിലാണോ താഴെയാണോ എന്ന് മാത്രം നോക്കുക. അപ്പോൾ ഇതാണ് ഇതിൽ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫിക്സഡ് അസറ്റ് ടു നെറ്റ് വർത്ത് ഓർ ഫിക്സഡ് അസറ്റ് ടു പ്രൊപ്രൈറ്റർ ഫണ്ട് റേഷ്യോ. ഇത് റേഷ്യോ ഒക്കെ നമുക്ക് പഠിക്കുമ്പം വളരെ ഈസി ആയിട്ട് പഠിക്കുന്ന ഹെഡിങ് വെച്ചിട്ട് അതിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമല്ലോ. അപ്പം നെറ്റ് വർത്ത് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെയാണ്? ഫിക്സഡ് അസറ്റും നമ്മുടെ പ്രൊപ്രൈറ്ററുടെ ഫണ്ടുമാണ്. ഇവ തമ്മിലെ റിലേഷനാണ് അവിടെ കാണിക്കുന്നത്. ഈ 2 കോമ്പോണൻസുകളെയാണ് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതിലാണ് കാണിക്കുന്നത്. കാരണം ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ട് കൊണ്ടാണല്ലോ. അപ്പോൾ അതിൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ റേഷ്യോ എന്ന് പറയുന്ന ലെസ് ദാൻ 1 ആണെങ്കിൽ ഫിക്സഡ് അസറ്റ് എല്ലാം പർച്ചേസ് ചെയ്തിരിക്കുന്നത് പ്രൊപ്രൈറ്ററുടെ ഫണ്ടിൽ നിന്നാണ് എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ പാർട്ട് ഓഫ് പ്രൊപ്രൈറ്ററി ഫണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലിൽ അത് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ഫിക്സഡ് അസറ്റ് റേഷ്യോ ആണ്. അതായത് ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതൊരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. നല്ല രീതിയിൽ പോകുന്ന ഒരു ബിസിനസ് സ്ഥാപനം നമ്മുടെ ഫിക്സഡ് അസറ്റ് ഫിനാൻസ് ചെയ്തിരിക്കുന്ന ലോങ് ടേം ഫണ്ട് കൊണ്ടായിരിക്കും. ഷോർട്ട് ടേം ഫണ്ടുകൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡേ ടു ഡേ അഫയേഴ്സ് മീറ്റ് ചെയ്യാൻ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റാണ് ഉപയോഗിക്കുന്നത്. ഷോർട്ട് ടേം ഫണ്ട്സ് പ്രധാനമായിട്ടും ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യൽ അങ്ങനെ വന്നാൽ അത് എന്തുണ്ടാവും, നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷനെയാണ് അഫക്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സഡ് അസറ്റ് എപ്പോഴും വിൽക്കുന്ന സമയത്ത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഷോർട്ട് ടേം ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാനാണ്. അത് ആഡ്വേഴ്സ് ആയിട്ട് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും ബിസിനസ്സിന്. കാരണം ഫിക്സഡ് അസറ്റ്സ് സോൾഡ് ചെയ്യുന്നത് മോസ്റ്റ് കേസിലും കമ്പനി ലോസ് വരുമ്പോഴാണ്. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കബിൾ ഓൾസോ. സോ ഇത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസ് നമ്മൾ ഫോളോ ചെയ്യാതിരിക്കാം. ഫിക്സഡ് അസറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ് ടു ലോങ് ടേം ഫണ്ട്സ് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ്. എന്താണ് ഇക്വേഷൻ? ഫിക്സഡ് അസറ്റ് റേഷ്യോ ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ് എടുക്കുന്നത് ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്. ഇത് നമുക്ക് പെർസെൻറ്റേജിൽ പറയാവുന്നതാണ്. ഇനി ഈ ഫിക്സഡ് അസറ്റ് റേഷ്യോയിൽ വരുന്ന കോമ്പോണൻസ് എന്തൊക്കെയാണ്? ഫിക്സഡ് അസറ്റ്, അതായത് ലോങ് ടേം ഫണ്ടും ഫിക്സഡ് അസറ്റുകളാണ് വരുന്നത്. ഫിക്സഡ് അസറ്റ് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഡിപ്രീസിയേഷൻ കഴിച്ചതിന് ശേഷം വരുന്ന ഫിക്സഡ് അസറ്റുകളാണ്. ഫിക്സഡ് അസറ്റിൽ പ്രധാനമായിട്ട് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റും കൂടിയാണ് വരുന്നത്. ലോങ് ടേം ഫണ്ടിൽ എന്തൊക്കെ വരും? ഷെയർ ഹോൾഡറുടെ ഫണ്ടും ലോങ് ടേം ബോറോഡ് ഫണ്ട്സും അവിടെ വരും. ദസ് ലോങ് ടേം ഫണ്ട്സ് മീൻ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ലോങ് ടേം ലോൺ, ഡിബഞ്ചർ, മോർഗേജ് ഇതെല്ലാം ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി, അല്ലെങ്കിൽ ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ് ആൻഡ് സർപ്ലസ് പ്ലസ് ലോങ് ടേം ലയബിലിറ്റി. ഇങ്ങനെയാണത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് ഒരിക്കലും 1:1 മുകളിൽ പോകാൻ പാടില്ല. കാരണം ജനറലി റേഷ്യോ 0.67:1 അല്ലെങ്കിൽ 66 2/3% ഈസ് കൺസിഡേർഡ് ആസ് സാറ്റിസ്ഫാക്ടറി ഓർ ഐഡിയൽ. നല്ലൊരു റേഷ്യോ എന്ന് പറയുന്നത് 62 2/3% ആണ് വരുന്നത്. സിഗ്നിഫിക്കൻസ് എന്താണ് ഫിക്സഡ് അസറ്റ് റേഷ്യോൻ്റെ? ഇത് പ്രധാനമായിട്ട് അറിയുന്നത് എത്ര രൂപ കൊണ്ടാണ് ഫിക്സഡ് അസറ്റുകൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് നോക്കുന്നത്. കാരണം ഈ ഒരു റേഷ്യോ 1:1 മുകളിൽ പോവുകയാണെങ്കിൽ ഇറ്റ് വുഡ് മീൻ ദാറ്റ് എ പാർട്ട് ഓഫ് ദ ഫിക്സഡ് അസറ്റ് ഹാസ് ബീൻ ഫിനാൻസ്ഡ് ഔട്ട് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ്. ഷോർട്ട് ടേം ഫണ്ട്സ് കൊണ്ടാണ് ഇത് ഫിനാൻസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ പൊസിഷനെയാണ് അത് അഫക്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലോങ് റണ്ണിലേക്കൊന്നും ഈ പ്രോബ്ലംസ് അത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതിൻ്റെ അക്കൗണ്ടിങ് പ്രാക്ടീസിനെല്ലാം അത് അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഹയർ റേഷ്യോ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ നല്ല രീതിയിലല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ലൊരു റേഷ്യോ എന്ന് പറയുന്നത് ലോവർ ആയിരിക്കണം റേഷ്യോ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ നോക്കുക. ഇക്വിറ്റി ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്, ലോങ് ടേം ലോൺ, ഡിബഞ്ചർ ഒക്കെ ഉണ്ട്, റിസർവ് ഉണ്ട്, കറണ്ട് ലയബിലിറ്റി ഉണ്ട്, ഫിക്സഡ് അസറ്റ്, നെറ്റ് ഉണ്ട്, കറണ്ട് അസറ്റും ഉണ്ട്. ഫിക്സഡ് അസറ്റ് റേഷ്യോ പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് ബൈ ലോങ് ടേം ഫണ്ടാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് നമുക്കുള്ളത് ആകെ എത്ര 7,50,000 ഉള്ളൂ. ലോങ് ടേം ഫണ്ടിൽ പറഞ്ഞാൽ എന്തൊക്കെ എടുക്കും? ഇക്വിറ്റി, പ്രിഫറൻസ്, റിസർവ്, ഡിബഞ്ചർ, ലോങ് ടേം ലോണൊക്കെ എടുത്തു. 6 lakh ഉണ്ട്. അപ്പോൾ നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ 7,50,000 ഡിവൈഡ് ബൈ 6 lakh 1.25% (1) ആണ് വന്നിരിക്കുന്നത്. 125%. അപ്പോൾ അത് എങ്ങനെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യേണ്ടത്? ഇവിടെ ഫിക്സഡ് അസറ്റ് റേഷ്യോ മോർ ദാൻ 1:1 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഫിക്സഡ് അസറ്റ് മോർ ദാൻ ലോങ് ടേം ഫണ്ട്സ്. അപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ഷോർട്ട് ടേം ഫണ്ട് എന്നാണിത് ഫിനാൻസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് അക്കൗണ്ടിങ് പ്രിൻസിപ്പളിന് അഗെയിൻസ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്കിംഗ് ക്യാപിറ്റൽ പൊസിഷൻ വളരെ ക്രിട്ടിക്കൽ ആണെന്നുള്ളതാണ് പറയുന്നത്. കമ്പനിക്ക് നെഗറ്റീവായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റലാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 1 മുകളിൽ പോവുകയാണെങ്കിൽ അവിടെ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന വർക്കിംഗ് ക്യാപിറ്റലും കൂടി യൂസ് ചെയ്തിട്ട് അങ്ങനെ വരുമ്പോൾ കമ്പനിയുടെ ലിക്വിഡിറ്റി പൊസിഷനെ അത് അഫക്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഒരു റേഷ്യോ ആണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ ഒരു റേഷ്യോ പ്രധാനമായിട്ടും ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് ദ കമ്പനീനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ടേം ക്യാപിറ്റൽ ഗിയറിംഗ് അല്ലെങ്കിൽ ലിവറേജ് റെഫേഴ്സ് ടു ദ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ് ആൻഡ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ടുകളും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടും തമ്മിലുള്ള ഒരു പ്രൊപ്പോർഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഏതിനൊക്കെയാണ് ഫിക്സഡ് ഇൻകം കിട്ടുന്നത്? ഡിബഞ്ചർ ഉണ്ട്, ലോങ് ടേം ലോൺസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഫണ്ട് പറഞ്ഞ ഇക്വിറ്റി ക്യാപിറ്റലും എല്ലാ റിസർവും സർപ്ലസുകളും ഇതൊക്കെയാണ് വരുന്നത്. പ്രിഫറൻസ് ഷെയർസിനും ഒരു ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ് വരുന്നുണ്ട്. ഡിബഞ്ചേഴ്സിന് അതുപോലെ ലോങ് ടേം ലോൺസിനും ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഡിവിഡൻഡ് ഇക്വിറ്റി ഷെയറിൻ്റെ മുകളിലാണ് വരുന്നത്. അതൊരിക്കലും ഫിക്സഡ് അല്ല. അപ്പോൾ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കാണണമെങ്കിൽ
ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഫണ്ട് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡറുടെ ഫണ്ട്. അപ്പോൾ ആ ഫിക്സഡ് ഇൻകം കിട്ടുന്ന ഫണ്ടുകൾ ഏതൊക്കെയാണ്? പ്രിഫറൻസ് ഷെയർ ആണെങ്കിൽ ഡിവിഡൻഡ് കിട്ടണം, ഡിബഞ്ചർ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കും, ലോങ് ടേം ലോൺ ആണെങ്കിൽ ഇൻട്രസ്റ്റ്. അപ്പോൾ ഇതിലൊക്കെ ഫിക്സഡ് ഇൻകം അവിടെ വരുന്നുണ്ട്. ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡറുടെ ഫണ്ടാണ്. അപ്പോൾ ഒരു കമ്പനി ഹൈലി ഗിയേർഡ് ആണെങ്കിൽ ഇഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് പ്രിഫറൻസ് ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ് ഈസ് ഹൈലി ഗിയേർഡ് ആണെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ കുറവായിരിക്കും. ബാക്കിയെല്ലാം, അതായത് കൂടുതലും നമ്മൾ ഫിക്സഡ് ഇൻകം ഫണ്ടുകളായിരിക്കും അവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക. ലോ ഗിയേർഡ് ആണെങ്കിൽ അവിടെ ഇക്വിറ്റി ക്യാപിറ്റൽ ആയിരിക്കും ഹൈ ആയിരിക്കാം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ഹൈ ഗിയേർഡ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ നമ്മൾ ഔട്ട്സൈഡ് ഫണ്ട് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫിക്സഡ് ഇൻകം ഫണ്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു എക്സാമ്പിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ നേരത്തെ ചെയ്ത അതേ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രിഫറൻസും ഉണ്ട്, ഡിബഞ്ചറും ഉണ്ട്. അപ്പോൾ അത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 90,000, ഇക്വിറ്റി ഷെയർ ഹോൾഡർ ഫണ്ട് 1,20,000 ആണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രിഫറൻസ് 1 lakh ഉണ്ട്, ഡിബഞ്ചർ 1,25,000 ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ ഇക്വിറ്റി എന്ന് പറയുന്നത് 2 lakh ആണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 0.75:1 ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? കമ്പനി ലോ ഗിയേർഡ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലോ ഗിയറിങ് ആയിക്കഴിഞ്ഞാൽ എന്താണ്? ഷെയർ ഹോൾഡേഴ്സിനായിരിക്കും റിസ്ക് കൂടുണ്ടാവുക. സിഗ്നിഫിക്കൻസ് എന്താ? അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കമ്പനിയുടെ ക്യാപിറ്റൽ ഗിയറിങ് റേഷ്യോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്യാപിറ്റൽ സ്ട്രക്ചറാണ് മനസ്സിലാവുക. കമ്പനിക്ക് മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിനും കൂടി ഇത് ആവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കമ്പനിയുടെ ഡിവിഡൻഡ് പോളിസീനെ, റിസർവിനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യാം. ഈ ഒരു റേഷ്യോൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻട്രസ്റ്റ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്, ഡിവിഡൻഡ് ബെയറിംഗ് ഫണ്ടുകളൊക്കെയാണ്. അപ്പോൾ പ്രോഫിറ്റ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, അതിലൂടെയാണ് അവർക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് കവറേജ് റേഷ്യോസ്. അതായത് നമ്മൾ ലിവറേജ് റേഷ്യോ ആണ് ആദ്യം പഠിച്ചു തുടങ്ങിയത്. അതിൻ്റെ ഒരു രണ്ടാമത്തെ ടൈപ്പാണ് ഏത് വന്നിരിക്കുന്നത്? ഈ കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. ഈ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മറ്റുള്ള റേഷ്യോസ് എല്ലാം ചെയ്യുന്നത് ബാലൻസ് ഷീറ്റിനെ ബേസ് ചെയ്തിട്ടാണ്, പക്ഷേ കവറേജ് റേഷ്യോ ചെയ്യുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്തിട്ടാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന ഫേമിൻ്റെ ഡെറ്റ് സർവീസിങ് കപ്പാസിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ്. എന്താണ് ഈ ഡെറ്റ് സർവീസിങ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഫേമിന് പീരിയോഡിക്കൽ പേയ്മെൻറ്റും ഇൻട്രസ്റ്റും പ്രിഫറൻസ് ഡിവിഡൻറ്റൊക്കെ കറക്റ്റായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കലാണ് ഡെറ്റ് സർവീസിങ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് വരുന്ന റേഷ്യോസ് ഒന്ന് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും ഡിവിഡൻറ്റ് കവറേജ് റേഷ്യോ ആണ്. അതായത് നമുക്കത് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നമ്മുടെ ഫേമിന് പുറത്തേക്ക് നമ്മൾ കൊടുക്കുന്ന എന്തൊക്കെയാണ്? ലോണുകൾ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം, ഡിബഞ്ചർ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കണം, പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ ഡിവിഡൻഡ് കൊടുക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ രണ്ട് റേഷ്യോ ഉള്ളൂ. ഒന്ന് ഇൻട്രസ്റ്റ് കവറേജ്, നമ്മൾ ബോറോ ചെയ്യുന്ന ഫണ്ടിൻ്റെ മുകളിലാണ് എപ്പോഴും ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരിക. അത് കൃത്യമായിട്ട് റെഗുലറായിട്ട് കൊടുക്കേണ്ട ഒന്നാണ്. എന്നാൽ മാത്രമാണ് ലെൻഡിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്ക് കടം തരുന്നതിലൊക്കെ വലിയ താല്പര്യം കാണിക്കുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ റേഷ്യോ കമ്പ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കാണണമെങ്കിൽ ആദ്യം ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കൊടുക്കുന്നതിന് മുന്നുള്ള പ്രോഫിറ്റ് ബൈ ഇൻട്രസ്റ്റ് ആണ് കാണേണ്ടത്. ഇനി ഇതിന് ഡെറ്റ് സർവീസ് റേഷ്യോ എന്നുള്ള പേരിലും ഇവിടെ അറിയപ്പെടുന്നുണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ആർ ദ കോമ്പോണൻസ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ എടുക്കുന്നു. പ്രോഫിറ്റ് തന്നെ ഇൻട്രസ്റ്റും ടാക്സും കൊടുക്കുന്നതിന് മുന്നുള്ള പ്രോഫിറ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഇത് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എപ്പോഴും 6 to 7 times വരെ ആവാമെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ലോങ് ടേം ക്രെഡിറ്റേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു റേഷ്യോ കാൽക്കുലേഷൻ എന്ന് പറയുന്നത്. കാരണം കമ്പനിക്ക് എത്രത്തോളം അതിൻ്റെ ക്രെഡിറ്റേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കാൻ സാധിക്കുന്നവർക്ക് അറിയേണ്ടി വരും. അപ്പോൾ അത് ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തിനെ തന്നെയാണ് കാണിക്കുന്നത്. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് ഇവിടെ റേഷ്യോ കൂടുന്തോറും എന്താണ്, സ്ട്രോങ്ങർ ആണ് അതിൻ്റെ എബിലിറ്റി ഇൻട്രസ്റ്റ് കൊടുക്കാൻ. ആ കമ്പനി വളരെ ഫിനാൻഷ്യലി സൗണ്ട് ആണ് എന്നാണ് പറയുന്നത്. ടു ഹൈ റേഷ്യോ ആയിക്കഴിഞ്ഞാലും അൺയൂസ്ഡ് ഡെറ്റ് കപ്പാസിറ്റി ഇംപ്ലൈ ചെയ്യേണ്ടി വരും. ലോ റേഷ്യോ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എക്സസീവ് യൂസ് ഓഫ് ഡെറ്റ് ഉണ്ട്, പക്ഷേ ഇന്നേബിൾ ആണ് അവർ പേ ചെയ്യുക എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എ ലിമിറ്റഡിൻ്റെ ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ആൻഡ് ടാക്സ് 1,60,000 ആണ്. എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് 40,000 ആണ്. പ്രൊവിഷൻ ടാക്സേഷൻ 80,000. അപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കാണണമെങ്കിൽ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് 1,60,000. അപ്പോൾ അതിന് മുന്നുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം?
അതൊക്കെ നമ്മൾ ആഡ് ബാക്ക് ചെയ്യുക. അപ്പോൾ ആഡ് ഇൻട്രസ്റ്റ് എത്രയാവും? 40,000. ടാക്സ് എത്രയാണ്? 80,000. അപ്പോൾ അത് കൊടുക്കുന്നതിന് മുന്നത്തെ കണക്ക് ആഡ് ചെയ്യുമ്പോൾ 2,80,000 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2,80,000 ഡിവൈഡ് ബൈ അതിൻ്റെ ഇൻട്രസ്റ്റ് 40,000. അപ്പോൾ 7 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 7 ടൈംസ് ആണ്. അപ്പോൾ ഇൻട്രസ്റ്റ് എപ്പോഴും, അതായത് പ്രോഫിറ്റ് 7 തവണ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ഒരു ലാഭം അവരുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഫേം നല്ല കൃത്യമായിട്ട് തന്നെ അവരുടെ ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഫേമാണ് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്? ഇനിയൊരു കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് ഡിവിഡൻഡ് കവറേജ്. കൃത്യമായ ഡിവിഡൻഡ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഏർണിംഗ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ പ്രിഫറൻസ് ഡിവിഡൻഡ്. ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്ന ടാക്സ് കൊടുത്തതിന് ശേഷം ഉള്ള ആ ഒരു ഏർണിങ്സ് എന്താണോ അതിനെയാണ് നമുക്ക് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇനി ടോട്ടൽ ഓർ ഓവറോൾ കവറേജ് റേഷ്യോ മറ്റൊരു റേഷ്യോ ഉണ്ട്. ഇതിനെ പറയുന്ന പേരാണ് ഫിക്സഡ് ചാർജസ് കവറേജ് റേഷ്യോ. ഇവിടെയും കമ്പനിക്ക് എത്രത്തോളം അവരുടെ ഫിക്സഡ് ഒബ്ലിഗേഷൻസ് അതിൻ്റെ ഏണിങ്സിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. എന്തൊക്കെ ഈ ഫിക്സഡ് ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് കൃത്യമായിട്ട് ലോണും ഡിബഞ്ചറൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുക, പ്രിഫറൻസിന് ഡിവിഡൻഡ് കൊടുക്കുക, ലീസ് പേയ്മെൻറ്റും ലോൺ റീപേയ്മെൻറ്റൊക്കെ കൊടുക്കുക. ഇതൊക്കെയാണ് ഫിക്സഡ് ആയിട്ട് വരുന്ന ഒബ്ലിഗേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കമ്പ്യൂട്ട് ചെയ്യണമെങ്കിൽ ടോട്ടൽ കവറേജ് അറിയണമെന്നുണ്ടെങ്കിൽ എബിറ്റ് എടുക്കുക. ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് എത്രയാണോ അതെടുത്ത ശേഷം അതിൻ്റെ ടോട്ടൽ ഫിക്സഡ് ചാർജസ് എത്രയാണെന്നുള്ളത് നോക്കുക. ഈ ഒരു റേഷ്യോ റിഫ്ലക്റ്റ് ചെയ്യുന്നത് കമ്പനിയുടെ ഔട്ട്സൈഡ് ലയബിലിറ്റി സർവീസ് ചെയ്യുന്നതിൽ കമ്പനിക്ക് എത്രത്തോളം എബിലിറ്റി ഉണ്ട് എന്ന് കാണിക്കുന്നതിനാണ് ഈ ഒരു റേഷ്യോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു സെക്കൻഡ് പാർട്ട് കൂടിയിട്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ലിക്വിഡിറ്റി റേഷ്യോസിലാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ലിക്വിഡിറ്റി റേഷ്യോൻ്റെ 2 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള റേഷ്യോസും കാര്യങ്ങളും. അപ്പോൾ ഷോർട്ട് ടേം സോൾവൻസി റേഷ്യോസാണ് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന 2 ഭാഗങ്ങളും നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ഓരോ ടൈപ്പിൽ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. അതെല്ലാം വരുന്ന ദിവസം തന്നെ നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്ന ആ ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഷ്യോസ്, എന്ത് റേഷ്യോ പഠിക്കുമ്പോഴും ആ റേഷ്യോ എന്താണ്, അതിൽ വരുന്ന കോമ്പോണൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. കാൽക്കുലേഷനൊക്കെ വളരെ സിമ്പിളാണ്. ഏതെടുക്കണം ഏതെടുക്കരുത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക്